മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ച് കഴിഞ്ഞാൽ പറയാണ്, എനിക്ക് അബദ്ധമാണ് പിണഞ്ഞത്, എനിക്ക് ആ സമയത്ത് എന്നെ തിരുത്തി തരാൻ ഒരാളുമില്ല, ഈ മുസ്ലിം യുവാവ് എന്നെ ടോർച്ചർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ സൈഡില് ഇതിനെ ചിത്രീകരിക്കുന്നത് അവിടുത്തെ മാധ്യമങ്ങളടക്കം ഇതിനെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിമിലേക്ക് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനവർ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ഇന്നത്തെ ചർച്ച എന്താണെന്നറിയോ? ഹിന്ദു കുടുംബങ്ങളെ തകർക്കാൻ മുസ്ലിം യുവാക്കള് അവരുടെ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നു എന്നൊക്കെ ഒരു വിഭാഗം ആളുകൾ കമന്റ് ചെയ്താണ്. മറ്റൊരു വിഭാഗം ആളുകൾ എതിർത്തുകൊണ്ട് മുസ്ലിം യുവാക്കളെ വശീകരിച്ചുകൊണ്ട് അവരെ ഹിന്ദു മതപ്രകാരം കല്യാണം കഴിക്കുന്നു എന്ന് വേറൊരു വിഭാഗം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം വന്നിട്ടുള്ളത് മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം ഇന്നലെ കേരളത്തിൽ വെച്ചിട്ട് നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് മുൻകൈ എടുത്തുകൊണ്ട് അതിനെ നടത്തി കൊടുത്തിട്ടുള്ളത്. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയും ഒക്കെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. മൊണാലിസ ആരാണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു കുംഭമേളയിൽ അവള് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു വ്യാപാരത്തിന്റെ ഇടയിൽ ഏതോ ഒരു ക്യാമറ കണ്ണ് ആ പെൺകുട്ടിയെ ഒപ്പിയെടുത്തു. പിന്നെ ലക്ഷോപലക്ഷം ആളുകളാണ് ആ പെൺകുട്ടിയെ കാണുന്നത്. ആ പെൺകുട്ടി വേൾഡ് ഫേമസ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അത്രയും മില്യൺ കണക്കിന് ആളുകൾ ആ പെൺകുട്ടിയെ കണ്ടു. പിന്നെ ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെ തേടിയെത്തി. ആ സമയത്ത് ആ പെൺകുട്ടിയെ കവർ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കള് ആ പെൺകുട്ടിയിട്ട് പോകുന്ന ഒരു രംഗവും എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അതേ രക്ഷിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് 6 മാസം മുമ്പ് മാത്രം പരിചയപ്പെട്ട ഒരു യുവാവുമായിട്ട് വിവാഹ ജീവിതം നയിക്കാൻ ഈ മൊണാലിസയുടെ നാട്ടിലുള്ള അവരുടെ കുടുംബക്കാരും നാട്ടുകാരും ബന്ധുക്കളും ഒന്നും സമ്മതിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് കേരളത്തിലേക്ക് കടന്നു വന്നു. അവര് കേരളത്തിൽ നിന്ന് വിവാഹം ചെയ്തു. ഇതാണ് ഇന്ന് കേരളത്തിലെ വാർത്തയായിട്ട് നമ്മൾ കേൾക്കുന്നത്. മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ, അവൾക്ക് പ്രായപൂർത്തി പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇന്നും കേരളത്തില് തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മൊണാലിസയും അവളുടെ ഭർത്താവെന്ന് അവകാശപ്പെടുന്ന ആ മുസ്ലിം യുവാവൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് മൊണാലിസക്ക് 18 വയസ്സായിട്ടുണ്ട്, അവള് പ്രായപൂർത്തിയാകാത്ത കുട്ടിയല്ല, അതായത് മൈനർ അല്ല എന്ന് അവര് വിശദീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും എനിക്കിവിടെ ചോദിക്കാനും പറയാനുമുള്ളത്, ഇതിനെ ഇസ്ലാം മുക്തകണ്ഠം എതിർക്കുന്നുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർ പ്രണയത്തിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. അവരോട് നമുക്കൊന്നും പറയാനില്ല. ഇസ്ലാം ഇതിനെ എതിർക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, അവൻ മുസ്ലിമാണ്. എതിർഭാഗത്തുള്ള ആ മൊണാലിസയെ കല്യാണം കഴിച്ച വ്യക്തി മുസ്ലിമാണ് യഥാർത്ഥത്തിൽ. എന്നിട്ടും ഇതിനെ എതിർക്കുന്നു, അനുകൂലിക്കുന്നില്ല എന്ന് തീർത്ത് പറയുന്നതിന്റെ കാരണം, റീസൺ, മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ട് അവരെ ഇഷ്ടമില്ലാതെയാണ് മൊണാലിസ എന്ന പെൺകുട്ടി ഈ ഒരു കല്യാണത്തിന് ഇറങ്ങി തിരിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കൂല. അത് മുസ്ലിം ഇറക്കി കൊടുത്താലും മുസ്ലിമായ പെൺകുട്ടി ഇറങ്ങിപ്പോയാലും ഒക്കെ കണക്കാണ്. ഇതിനെ കൃത്യമായിട്ട് എതിർക്കും. കാരണം മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ വെറുപ്പിച്ചുകൊണ്ട് ആരൊരുത്തൻ എന്തൊക്കെ ചെയ്തോ അതിലൊന്നും അവർക്ക് വിജയം കണ്ടെത്താൻ കഴിയൂല എന്ന് ഇസ്ലാം പറഞ്ഞു വെക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. 6 മാസം മാത്രമാണ് മൊണാലിസക്ക് ആ ഒരു മുസ്ലിം യുവാവുമായിട്ടുള്ള ബന്ധമെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ചാടിക്കയറിയിട്ട് ഒരു കല്യാണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ വരും വരായിക ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കൂല. ഇന്ന് നമ്മളിതാ ഇവിടെ ഈ ഒരു മുസ്ലിം യുവാവിനെയും മൊണാലിസയെയും കാണുമ്പോൾ
ചിലപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ഇവരെ ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് പോലെ ഇവരെ നമുക്ക് കാണാൻ കഴിയൂല. സോഷ്യൽ മീഡിയ അവരുടേതായിട്ടുള്ള റീച്ചിന് വേണ്ടി, അടുത്ത കണ്ടന്റിന് വേണ്ടി അവർ പോകും. ആ സമയത്ത് മൊണാലിസയും ഈ മുസ്ലിം യുവാവും മാത്രമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കാൻ പോകുന്നത്. ഈ ഒരു ജീവിതം എത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നേരിടും എന്നുള്ളത് മൊണാലിസയുടെ കുടുംബക്കാർക്ക്, രക്ഷിതാക്കൾക്ക്, നാട്ടുകാർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് അവരതിനെ എതിർത്തിട്ടുള്ളത്. 2 മതമാണ് ഒരു ഭാഗത്ത്. ഞാൻ മതം അറിഞ്ഞുകൊണ്ട് വിവേചനം സൃഷ്ടിക്കുകയല്ല. പൊതുവെ ഞങ്ങളെ മുസ്ലിമീങ്ങളെ കുറിച്ചിട്ട് ഇവര് ഈ സംഘികളായിട്ടുള്ള ആളുകൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിം യുവാവ് ഒരു പെൺകുട്ടിയെ അവരെ മതത്തിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നാൽ, മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ അതിനെ മൗനമായിട്ട് അനുകൂലിക്കുമെന്ന്. എന്നാലോ ഹിന്ദു ആയ ഒരു വ്യക്തി മുസ്ലിം മതത്തിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ വലിയ രൂപത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നൊക്കെ. എന്നാൽ ഈ മൊണാലിസയുടെ വിഷയത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, മൊണാലിസ കല്യാണം കഴിച്ചിട്ടുള്ളത് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ്. മൊണാലിസയാകട്ടെ ക്രിസ്ത്യാനിയാണ്, ഹിന്ദു അല്ല. എന്നിട്ട് പോലും കേരളത്തിൽ ഇതിനെ വലിയ ഒരു വിഷയമാക്കിയിട്ടാണ് ജനം ടിവിയെ പോലെയുള്ള ചില ചാനലുകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ഇപ്പുറത്തും മുസ്ലിമിന്റെ കൂടെയാണ് ഈ പെൺകുട്ടി ഇറങ്ങി വന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വരെ ഇതിനെ മുക്തകണ്ഠം എതിർക്കുകയാണ്. ഇവിടെ മുസ്ലിം എന്നതിലല്ല കാര്യം, മറിച്ച് ആ പെൺകുട്ടി, അവളുടെ രക്ഷിതാക്കള്, അവരുടെ കുടുംബക്കാര്, അതാണ് ഇവിടെ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം. മൊണാലിസയുടെ ഈ ഒരു വിഷയം കേരളത്തിൽ ഇന്ന് വലിയ ആഘോഷമാണ്. കേരളം ദ റിയൽ കേരള സ്റ്റോറി ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ഇറങ്ങിയ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു ഫിലിമിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ കേരളത്തിലുള്ള രാഷ്ട്രീയ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും ഇതിനെ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ, മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി കുറച്ച് കഴിഞ്ഞാൽ പറയാണ്, എനിക്ക് അബദ്ധമാണ് പിണഞ്ഞത്, എനിക്ക് ആ സമയത്ത് എന്നെ തിരുത്തി തരാൻ ഒരാളുമില്ല, ഈ മുസ്ലിം യുവാവ് എന്നെ ടോർച്ചർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഇതിനെ ചിത്രീകരിക്കുന്നത്, അവിടുത്തെ മാധ്യമങ്ങളടക്കം ഇതിനെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിമിലേക്ക് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനവർ ചർച്ച ചെയ്യുന്നത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി, എനിക്ക് ഈ ഒരു വിവാഹം വേണ്ട, വിവാഹത്തിൽ നിന്ന് ഞാൻ മോചിതയാകുന്നു, ഞാൻ അനുഭവിക്കുന്നത് കൊടിയ പീഡനമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിന്റെ ഇജ്ജത്ത് തന്നെയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇപ്പൊ കാണിക്കുന്ന ആവേശം, ഈ ഒരു ആവേശം എന്നും നിലനിൽക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ട് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പക്വത എത്രത്തോളമാണ് എന്ന് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതും ആ പെൺകുട്ടി 6 മാസം മുമ്പ് മാത്രമാണ് ഈ ഒരു മുസ്ലിം യുവാവിനെ പരിചയപ്പെട്ടിട്ടുള്ളതും ഇവര് തമ്മിലുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതും. ആ പെൺകുട്ടിയുടെ പക്വത എത്രത്തോളമാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അതായത് ഇവിടെ വേറൊരു കാര്യം, ആ ഒരു യുവാവിന്റെ സ്വഭാവ സവിശേഷത എന്താന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു യുവാവിനെ മുൻനിർത്തിയിട്ട് എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ യുവാവിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മളാണ് ഇതിൽ കുടുങ്ങാൻ പോകുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. കാരണം മുസ്ലിം ആയതുകൊണ്ട് എല്ലാവരും നന്നായിക്കൊള്ളണം, നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാകണമെന്നില്ല. ഹിന്ദു ആയതുകൊണ്ട് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാകണമെന്നില്ല. ക്രിസ്ത്യാനി ആയതുകൊണ്ടും അങ്ങനെ സംഭവിച്ചോളണമെന്നുമില്ല. ഏത് മതത്തിൽപ്പെട്ട ആളാകട്ടെ ആ മതത്തിൽപ്പെട്ട എല്ലാവരും നല്ലവരാണ് എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ആ വ്യക്തികളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ ഒന്നും ഇന്ന് നമ്മൾ കാണുന്നില്ല. ഇന്ന് മതേതരത്വം പറഞ്ഞുകൊണ്ടാണ് പലരും ഇങ്ങനെയുള്ള കല്യാണത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ
നമ്മുടെയൊക്കെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വിഷയം ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. രക്ഷിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് ഏതൊരു പെൺകുട്ടിയും നിയമത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് എനിക്ക് ഇന്നാലിന്ന വ്യക്തിയെ ഇഷ്ടമാണ്, ഞാൻ ഇവനെ അല്ലാതെ കല്യാണം കഴിക്കൂല എന്ന് പറയുമ്പോൾ അങ്ങേ പൊളിയിൽ രക്ഷിതാക്കൾ നിൽക്കുന്നുണ്ട്. ആ രക്ഷിതാക്കൾ വാവിട്ട് കരയുന്നുണ്ട്, മോളെ എൻ്റെ കൂടെ നീ വാ, ഞങ്ങളെ കൂടെ വാ, അവനെ ഇന്നോ ഇന്നലെയോ ആണ് നീ കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോഴും കോടതിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. കോടതി ഇവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത് പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനേ കോടതിക്കും നിയമങ്ങൾക്കും കഴിയുകയുള്ളൂ. അതിന്റെ മുമ്പൊക്കെ ഒരു കൗൺസിലിംഗ് വരെ നടത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ പെൺകുട്ടിയും ഈ യുവാവും ഒക്കെ ഇവരെടുത്ത ഡിസിഷനിൽ ഉറച്ചു നിൽക്കുമ്പോൾ പിന്നീട് അങ്ങനെയുള്ള പെൺകുട്ടികളുടെ മരണവാർത്ത നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അടക്കം പരതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണത്. എന്നിട്ടും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്.